മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിൽ ആന്റണി പെരുമ്പാവൂർ വന്നതിന് ശേഷമുണ്ടായ നേട്ടങ്ങളാണോ കോട്ടങ്ങളാണോ? ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തെ രണ്ട് ഘട്ടമായി നമുക്ക് തരംതിരിക്കാം. ഒന്ന് 2000-ന് മുൻപ്, മറ്റൊന്ന് 2000-ന് ശേഷം. ഈ രണ്ട് തലം പറയാൻ കാരണം ഒരു കലാകാരൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന വളർച്ചകൾ, ആ വളർച്ചകളെ ചിലർ വളർച്ച ഇല്ലാതാക്കാൻ ശ്രമിച്ചത്, ഇത്രയും സിനിമകൾ കിട്ടിയിട്ടും ഈ പ്രതിഫലമൊക്കെ എവിടെ പോയി, അതല്ലെങ്കിൽ ഇത്രയും സിനിമകൾ ചെയ്തിട്ടും അതിൽ നെല്ലെത്ര പതിരെത്ര എന്ന് ചോദിക്കുമ്പോൾ പതിര്, അതായത് മോശം സിനിമകൾ, മോശം കഥാപാത്രങ്ങൾ എന്ന് പറയേണ്ടി വന്നൊരവസ്ഥ. പിന്നൊരു കാലഘട്ടത്തിൽ 2000 ആയപ്പോഴേക്കും കുറേ മാറ്റങ്ങൾ വന്നിരിക്കുന്നു, കുറേ നല്ല സിനിമകൾ വന്നിരിക്കുന്നു, പ്രതിഫലം കറക്റ്റായി കിട്ടിക്കൊണ്ടിരിക്കുന്നു, ലാഭം കിട്ടുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു നടനെ സംബന്ധിച്ചാണ് പറയുന്നത്. ആ നടൻ അങ്ങനെ വളരാൻ കാരണം ഒരു പ്രധാനമായിട്ടുള്ള നല്ല സുഹൃത്ത് കൂടി വന്നതിന് ശേഷമാണ് എന്ന് പറയുന്നു. ആ സുഹൃത്താണ്, തൻ്റെ എല്ലാമായിട്ട് സുഹൃത്താണ് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്നു. ആന്റണി പെരുമ്പാവൂർ വന്നതിന് ശേഷം മോഹൻലാലിന് ദോഷമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു വിഭാഗം പറയുമ്പോൾ, ഗുണമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് വേറൊരു വിഭാഗം പറയുന്നു. പക്ഷെ ഇവിടെ സത്യം പറയേണ്ടത് ആരാ? മോഹൻലാലല്ലേ? നമ്മൾ അതേക്കുറിച്ച് സംസാരിച്ച് നോക്കുക. കാരണം ഞങ്ങളെ സംബന്ധിച്ച്, അത് പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച്, ഞാൻ ഈ മലയാള സിനിമയിൽ ഇത്രയും വർഷമായിട്ട് നിൽക്കുന്നവരാണ്. ആന്റണി പെരുമ്പാവൂർ ഒരു സിനിമയിൽ ടാക്സി ഡ്രൈവറായി വന്ന ആ സിനിമ മുതൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെന്ന് ആലോചിക്കണം. ഒരാൾ ടാക്സി ഡ്രൈവർ ആയതുകൊണ്ട് മോശക്കാരനാകുമോ? സിനിമയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ന് കുറേ ഏറ്റവും നല്ല സിനിമകൾ ചെയ്തിട്ടുള്ളത്, സക്സസ് സിനിമകൾ ചെയ്തിട്ടുള്ളത് ഒക്കെ പ്രൊഡക്ഷൻ ബോയ് ആയി വന്ന ആൾക്കാർ, പ്രൊഡക്ഷൻ മാനേജറായി വന്ന ആൾക്കാർ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി വന്ന ആൾക്കാർ, ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിച്ച് വന്ന ആൾക്കാരാണെന്ന് ആലോചിക്കണം. അവർക്ക് കഷ്ടപ്പാടിൻ്റെ വില അറിയാമെന്ന് ആലോചിക്കണം. ആ വില അറിയാമെന്ന് പറയാൻ കാരണം എൻ്റെ പല സുഹൃത്തുക്കളും അങ്ങനെ ഉള്ളവരാണ്. അവരുമായി ബന്ധപ്പെടുമ്പോൾ അവരൊരിക്കലും മോശം സിനിമകൾ എടുത്തിട്ടില്ല. അവർ സിനിമ ചെയ്യുമ്പോൾ അവർ സിനിമയോടൊപ്പമുണ്ടെന്ന് ആലോചിക്കണം. സിനിമയുടെ A to Z കാര്യങ്ങളിൽ ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് അവർ സിനിമയെ വിജയിപ്പിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ആലോചിക്കണം. അല്ലാണ്ട് പുതുപ്പണക്കാരെ പോലെ പണം കൊടുത്തുകൊണ്ട് തിരിച്ചു പോയി റിലീസ് സമയത്ത് വന്ന് ലാഭമോ നഷ്ടമോ എന്ന് നോക്കുന്നത് പോലെ അല്ല എന്ന് ആലോചിക്കണം. അപ്പോൾ മോഹൻലാലിനെ കുറിച്ചും ആന്റണി പെരുമ്പാവൂരിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്നത്. അതേ സ്ഥാനത്ത് നമ്മൾ മമ്മൂട്ടിയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. കാരണം മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു സംഘം ഉണ്ടായിരുന്നില്ല. മമ്മൂട്ടിയുടെ മാനേജരും പ്രൊഡ്യൂസറും എല്ലാം മമ്മൂട്ടി തന്നെയായിരുന്നു ആലോചിക്കണം. അതുകൊണ്ട് മമ്മൂട്ടിയുടെ സിനിമകളെക്കുറിച്ച് കുറ്റം പറയേണ്ടി വന്നിട്ടില്ല, പണത്തിനെ കുറിച്ച് കുറ്റം പറയേണ്ടി വന്നിട്ടില്ല. മോഹൻലാൽ സ്ഥിതി അങ്ങനെ ആയിരുന്നില്ല. മോഹൻലാൽ സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു നടൻ കൂടിയാണെന്ന് ആലോചിക്കണം. തൻ്റെ അടുത്ത് വന്നിരിക്കുന്നവർ ഇനി കഥ മോശമായാലും കഥാപാത്രം മോശമായാലും ഓക്കെ ഡേറ്റ് കൊടുക്കാറുണ്ട്. ഡേറ്റ് കൊടുക്കുക മാത്രമല്ല, അറിയിക്കുന്ന പ്രതിഫലവും മോഹൻലാലിന് കിട്ടിയിരുന്നില്ല എന്നായിരിക്കണം. സിനിമ ചിലപ്പോൾ പരാജയപ്പെടാം. സിനിമ പരാജയപ്പെടുന്ന ലാലെ ആ സിനിമ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറയുമ്പോൾ ലാല് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നില്ല. അത് ഞാൻ അങ്ങനെ ചെയ്തു പോയി, സംഭവിച്ചു കഴിഞ്ഞതിനെക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാനല്ലാതെ വേറൊരാളെ കുറ്റപ്പെടുത്തിയും ലാല് സംസാരിക്കാറില്ല. പക്ഷെ ലാല് ഒരു കെണിയിൽപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ മിക്കവർക്കും അറിയാം. ഞങ്ങൾ കുറേ പേർക്ക് അറിയാം. കാരണം ആ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ലാല് ശ്രമിച്ചെങ്കിലും പറ്റിയിരുന്നില്ല എന്ന് ആലോചിക്കണം. അങ്ങനെ കുറേ സിനിമകൾ ലാലിന് പേരുദോഷവും ഉണ്ടാക്കി ആലോചിക്കണം. അപ്പോഴാണ് നമ്മളൊക്കെ പറയുന്ന പോലെ പറയും, ദൈവദൂതനെ പോലെ ഒരാൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് ആന്റണി പെരുമ്പാവൂർ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കുറ്റം പറയാം. അതായത് 2000-ന് മുൻപ് ലാൻഡ് ചെയ്തു ആന്റണി പെരുമ്പാവൂർ എന്ന് ആലോചിക്കണം. അവിടെ നമ്മൾ പോലെ ഒരു ചിട്ടകൾ വെച്ചാൽ ഒന്ന് ലാലിൻ്റെ കൂടെ കൂടി ലാലിൻ്റെ വിശ്വാസം നേടി ചില ചിട്ടകളുണ്ടാക്കി നമ്മളൊരു മുറിയിലേക്ക് വരുമ്പോൾ എല്ലാം അഴിഞ്ഞ് ഡിസോർഡറായി കിടക്കുന്നൊരു മുറി,
അത് എല്ലാ സാധനവും എടുക്കേണ്ട സാധനം എടുത്ത് അടക്കി വെക്കേണ്ട സാധനം അടക്കി വെച്ചൊരു ആ മുറിക്കുണ്ടാകുന്നൊരു ചന്തമുണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെ ചന്തം വരുത്തി മോഹൻലാലിൻ്റെ ജീവിതത്തിൽ, സിനിമാ ജീവിതത്തിൽ ചന്തം വരുത്തി തുടക്കം കുറിച്ച സുഹൃത്താണ് ആൻ്റണി പെരുമ്പാവൂർ എന്ന് ആലോചിക്കണം. ലാലിനത് ഇഷ്ടമായി, കൊള്ളാം, മുറിയൊക്കെ നന്നായിരിക്കുന്നു, എന്തൊരു ശുഷ്കാന്തിയോടെയാണ് ചെയ്തിരിക്കുന്നത് പോകുമ്പോൾ. മാത്രമല്ല വിശ്വസ്തൻ, ബാക്കി ചെയ്തിട്ട് കാര്യമില്ല. ഒരു വിശ്വസ്തനാകുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? കണ്ണടച്ച് വിശ്വസിക്കാമെന്ന് ലാൽ അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലാൽ അങ്ങനെ വെറുതെ ഒരാളെ വിശ്വസിക്കില്ല. ലാൽ പഠിച്ചിരിക്കും, അറിഞ്ഞിരിക്കും, ചിരിക്കൊക്കെ ചെയ്യും. പക്ഷെ ലാൽ പഠിച്ചു, അറിഞ്ഞു. എൻ്റെ വിശ്വസ്തൻ, ഇത്രയും കാലം എനിക്കില്ലാതിരുന്ന ഒരു നേർവഴി കാണിക്കുന്ന ഒരാൾ ഇപ്പോഴാണ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ. അങ്ങനെയാണ് ലാലിൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായത്. ആ മാറ്റം വന്നപ്പോഴെന്താ, തന്നെ സഹായിക്കുന്നവനെ താൻ തിരിച്ചും സഹായിക്കണ്ടേ. അങ്ങനെയാണ് ഈ നരസിംഹം എന്നുള്ളൊരു സിനിമ 2000-ൽ ഉണ്ടായതെന്ന് ആലോചിക്കണം. ആ നരസിംഹം സിനിമ ഇങ്ങനെ ഒരു റോക്കറ്റ് പോകുന്ന പോലെ ഇത്രയും വലിയൊരു ഹിറ്റാവുമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു? അതൊരു തുടക്കമായിരുന്നു. നന്മ നിറഞ്ഞ മനസ്സുകളുടെ ഒത്തൊരുമിക്കൽ. ആ ഒത്തൊരുമിക്കുന്നുണ്ടായ ഒരു സിനിമയാണ്, ഒരു കച്ചവട സിനിമയാണ് നരസിംഹം. നരസിംഹത്തിൻ്റെ കഥയോട് നമുക്ക് യോജിക്കാം, വിയോജിക്കാം. പക്ഷെ ആ സിനിമ ഒരു ബോർ സിനിമയല്ല. ആ സിനിമ തീരെ ലാഗ് ചെയ്യാത്തൊരു സിനിമയാണ്, അല്ലേ? ഇപ്പോഴും ആ സിനിമ ഒരു ഫ്രഷ്നെസ് ആ സിനിമയ്ക്ക് നമുക്ക് അനുഭവപ്പെടുന്നതായിരിക്കണം. അങ്ങനെ നരസിംഹത്തിൽ തുടങ്ങി 25 വർഷം മുമ്പ് ദാ ഇപ്പോൾ എമ്പുരാനിൽ വന്നു നിൽക്കുന്ന ആലോചിക്കണം. 25 വർഷം കൊണ്ട് 30 സിനിമകൾ എന്ന് ആലോചിക്കണം. ഈ 30 സിനിമകളിലും നായകൻ ഒരേ ഒരാൾ, മോഹൻലാൽ. ലോക സിനിമാ ചരിത്രത്തിൽ ഒരു നിർമ്മാതാവ് തുടർച്ചയായി എടുത്ത സിനിമകളിലെല്ലാം ഒരേ ഒരു നടനെ മാത്രമേ ഉള്ളൂ എന്ന് പരിശോധിച്ചാൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. ഇവിടെയും ആ റെക്കോർഡ് ബേസിച്ചിരുന്നു. നിങ്ങൾക്ക് മറ്റു പല ചിന്തിക്കാം. ആ ചിന്ത ഞാൻ ഔദ്യോഗികമായ കണക്കുകളും ഔദ്യോഗികമായ രേഖകളും വെച്ചാണ് പറഞ്ഞത്. നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവൂർ ആശീർവാദിൻ്റെ പേരിൽ നിന്ന് ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിച്ച സിനിമകളിലെല്ലാം മോഹൻലാൽ ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും ഉണ്ട്, ഫ്ലോപ്പുകളും ഉണ്ടെന്ന് ആലോചിക്കണം. എന്നാൽ കൂടുതൽ ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളുമായിരുന്നു ആലോചിക്കണം. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? മുമ്പൊന്നും മോഹൻലാൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. മോഹൻലാലിൻ്റെ സാമ്പത്തിക മാറിയില്ലേ? കണക്ക് പറഞ്ഞ് പ്രതിഫലം വാങ്ങുന്നില്ലേ? മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തി ആദ്യം ഒരു വേലിക്കെട്ടുണ്ടാക്കി എന്നാലോചിക്കണം. വേലിക്കെട്ട് എന്ന് പറയാൻ ഒരു മതിൽക്കെട്ടുണ്ടാക്കി. ശരിക്കും ആ മതിൽക്കെട്ടിലേക്ക് ആരെയൊക്കെ വരുത്തണം? അതായത് എല്ലാവരെയും തള്ളിവിടുകയില്ല. സിനിമ കാണുന്നു, സിനിമയുടെ കഥ പറയുന്നു, എല്ലാ കാര്യങ്ങളും ആൻ്റണിയുടെ ഒരു സ്പർശമുണ്ടായിരുന്നു എന്നുള്ള കാര്യം യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അത് ആ വെറും ഒരു ആൻ്റണി പെരുമ്പാവൂർ എന്ന ചെറുപ്പക്കാരനും തിരുവനന്തപുരംകാരനായ മോഹൻലാലും തമ്മിൽ അടുക്കാൻ ഒരു ഉദാഹരണം. ആ രണ്ട് വ്യക്തികൾ മാത്രമല്ല, രണ്ടുപേരുടെയും കുടുംബങ്ങൾ ചേട്ടനും അനുജനുമെന്ന പോലെ അവരിപ്പോഴും തങ്ങളുടെ ബന്ധം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് പറഞ്ഞു വരാൻ കാരണം ഇപ്പം ഏറ്റവും പുതിയതായിട്ടുള്ള സിനിമയുടെ സമരമുഖം തുറന്നതുപോലൊരു ഫീലിംഗ് നമുക്ക് കഴിഞ്ഞ 1.5 ആഴ്ചയുണ്ടായെന്ന് ആലോചിക്കണം, ഇല്ലേ? ഇവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ നിർമ്മാതാക്കളുടെ സംഘടന പറയാറുണ്ട്, സിനിമാ നടന്മാർ, സിനിമാ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്നുള്ളത്. ആ പ്രതിഫലം കുറയ്ക്കണമെന്നിപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേണ്ടി പത്രസമ്മേളനം നടത്തി നിർമ്മാതാവും നടനും കൂടിയായ ജി സുരേഷ് കുമാർ പ്രഖ്യാപിച്ചു, സിനിമാ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണം, നടന്മാർ സിനിമാ നിർമ്മാണം കുറയ്ക്കണം. ഇതൊക്കെ പറഞ്ഞു വന്നപ്പോൾ അതിന് മുൻപന്തിയിൽ പുറയിൽ ആരുണ്ട് എന്നുള്ളത് മുൻപന്തിയിൽ നിന്ന് പറഞ്ഞത്, അതിനെതിർത്തത് ആൻ്റണി പെരുമ്പാവൂരാണ്. ആൻ്റണി പെരുമ്പാവൂർ സിനിമാ സംഘടനയുടെ നേതാവ് കൂടിയാണെന്നാലേ, പ്രൊഡ്യൂസേഴ്സിൻ്റെ നേതാവ് കൂടിയാണ്. അങ്ങനെ ഒരാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതൊരു വാർത്തയായി മാറി. അപ്പം ആൻ്റണിയുടെ പുറയിൽ ആര്? ഇത് ആൻ്റണി പറഞ്ഞതല്ല, ആൻ്റണിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞ കളികളാണ്. മാത്രമല്ല ആൻ്റണിയുടെ പോസ്റ്റിനെ അപ്പോൾ തന്നെ മോഹൻലാൽ അത് അംഗീകരിക്കുകയും ചെയ്യുമെന്ന് ആലോചിക്കണം. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞതിനല്ല, മോഹൻലാൽ സപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ നിർമ്മാതാവും കളിക്കൂട്ടുകാരനുമായ സുരേഷ് കുമാറിന് വേദനിച്ചു എന്ന് ആലോചിക്കണം. അപ്പോൾ അത്രമാത്രം ആൻ്റണിയിൽ തൻ്റെ കളിക്കൂട്ടുകാരനെ തള്ളി
തന്നോടൊപ്പം നിൽക്കുന്ന ആന്റണി പെരുമ്പാവൂരിനെ 100% വിശ്വസിച്ച് സപ്പോർട്ട് ചെയ്യുമ്പോൾ ആന്റണിക്കുണ്ടായിരുന്ന ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാതിരിക്കും തെറ്റാണെന്ന് ആലോചിക്കണം. സിനിമ സമരം ഉണ്ടായോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യട്ടെ, സിനിമ നടന്മാരെ പ്രതിഫലം കുറയ്ക്കുകയോ കുറയ്ക്കാതിരിക്കുകയോ ചെയ്യട്ടെ, നമുക്ക് ആലോചിക്കേണ്ടത് രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ചേരുമ്പോൾ ചതിക്കാത്ത ചന്തു എന്ന് പറയുന്ന പോലെ ചതിക്കാത്ത ആന്റണി പെരുമ്പാവൂരിനെ കിട്ടി എന്നുള്ളതാണ് മോഹൻലാലിൻ്റെ സിനിമാ ജീവിതത്തിലെ വിജയം. രണ്ടുപേർക്കും വിജയം തന്നെയാണെന്ന് ആലോചിക്കണം. അപ്പം അതുകൊണ്ട് ആന്റണി പെരുമ്പാവൂർ ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു എന്നുള്ള പഴയ കഥകൾ പറഞ്ഞുകൊണ്ട് കൊച്ചാക്കാൻ ശ്രമിക്കുന്ന ആലോചിക്കണം. പലരും ഇങ്ങനെ കഷ്ടപ്പെട്ട് ഉയരങ്ങളിലെത്തിയവരാണെന്ന് ആലോചിക്കണം. ഉയരങ്ങളിലെത്തിയവരെ പരിഹസിച്ചിട്ട് കാര്യമില്ല. ആകാശത്തേക്ക് കല്ലെടുത്ത് എറിയുന്നത് പോലെയാണെന്ന് ഓർക്കുക.